ഹലോ കൂട്ടുകാരെ, ഇന്ന് സൂപ്പർ കേരത്തല കൊണ്ട് നമ്മളൊരു വിഭവം ഉണ്ടാക്കുമ്പോ വാ നമുക്ക് ഇങ്ങനെ വെട്ടിയ തലക്കറി നമ്മളിവനോട് വെക്കാൻ പോവാണ്. ഇന്ന് പറമ്പിട്ട് നമ്മുടെ പരിപാടിയൊക്കെ. അപ്പൊ നമ്മൾ ഇവിടെ 3-4 കത്തികളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ വെട്ടാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്നൊരു പെടുത്തില്ല. ജോബിറ്റ് ഒരു പണിയില്ലാതെ മേടിച്ചുന്ന സാധനമാണ് ഈ കേരത്തല. എനിക്ക് ആദ്യം നമ്മൾ പിന്നെ മൂഞ്ചി കൊണ്ട് വെട്ടിളക്കാൻ പോണം. മൂഞ്ചി മലയാളത്തിൽ മൂഞ്ചി എന്ന് പറയും, മലയാളത്തിൽ മൂക്ക് എന്ന് പറയും, തമിഴ്നാട്ടിൽ മൂഞ്ചി എന്ന് പറയും. പോലെ ഇത് പണിയാണ്. ഞാൻ വെട്ടിയെടുക്കാൻ പോവാണ്. 5.5 കിലോന്റെ സാധനം, 5.5 കിലോന്റെ 10 കിലോ ആണ്. 5.5 ഹായ് ഗൈസ്, ഞങ്ങൾക്ക് അവിടുന്ന് വെട്ടി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ കത്തിയില്ലാതെ അവർക്ക് അതിന്റെ പൊട്ടിച്ചു. ഇപ്പൊ നമുക്ക് ഇവനൊന്ന് വെട്ടിയെടുക്കാം. ഒരു പീസ് താഴെ വീണിട്ടുണ്ട്, എടുക്കരുത്. അത് കണ്ട അതിൻ്റെ അകത്തോട്ട് എടുത്തിട്ട്. ഇത് വേണ്ട, വലിയ വേണ്ട, അത് വേണ്ട. എന്റെ വാഹനം വെച്ച റോസ്, ഇത് റോസ് ഇതിന്റെ ഉള്ളിലേക്ക് എടുത്തേ. നാക്ക് വേണ്ടോ? കാണണ്ടോ? ഇതുണ്ടോ? നാക്കെ പിടിച്ച് വലിച്ചു നോക്കി, ജീവനുണ്ടോ നോക്കാല്ലേ. ഇവിടെ നാക്ക് ഭയങ്കര സാധനം കേട്ടാ. വെട്ടിക്കരിക്കും, നമുക്ക് സൈഡ് മാംസം കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്നെ കത്തിക്കാൻ പോയാൻ ഈ നോക്കി ചെയ്തില്ലേ കൈ പൊടി, തലയുടെ കൂടെ കൈയൊക്കെ പോരും. നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. മുള്ളു കൊള്ളല്ലേ കൈ കൊള്ളല്ലേ. എന്താ മുള്ളുകൊണ്ടാ? മുള്ളുകൊണ്ട് നിന്റെ അപ്പനെ നോക്കും, നിനക്ക് അവിടെ ഇരുന്ന് വീഡിയോ എടുത്താൽ മതി. കൈ നോക്കണേ, കണ്ണ് കറി വേണം കേട്ടോ. കണ്ണ് നല്ല സെറ്റ് കാണാം. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മള് പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ജോമോൻ അങ്ങനെ യെസ് ഗൈസ്, വെരി ഗുഡ് ഗൈസ്. ദിസ് ഈസ് ഗൈസ്, അതിന്റെ കാലാണ് ഗൈസ്. ഹാർട്ട് ഉണ്ടോ ഗൈസ്? ചേച്ചി എത്രയിലാ പഠിക്കുന്നത് ചോദിക്കോളൂ. അതിനകത്ത് ഹാർട്ട് പോലത്തെ സമ്മാനം ഇരിപ്പുണ്ട്. നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ട്? 31 കിട്ടിയിട്ടുണ്ട്. 5.5 കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ കേസുണ്ട്. ഇറച്ചി വരുമ്പോഴത്തേക്ക് ഇല്ല, ഇത് അത്രമാത്രം ഉള്ളത് അല്ല. 3.5 കിലോ വരത്തുള്ളൂ. 3 ഇല്ല, 3 തൊട്ട് 2 കിലോ ഉണ്ടാകത്തില്ല. പിന്നെ അത്ര ലാഭത്തിൽ കിട്ടിയിട്ടാ. പിന്നെ പുള്ളി ആദ്യം ചേച്ചി എന്നോട് ചോദിച്ചു തല എന്താ ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ 140 രൂപ തലയ്ക്ക് പറയുകയും ചെയ്തു. ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർത്ത് ഇത്രയും സാധനം ഉണ്ടല്ലോ. പിന്നെ അവിടുന്ന് അത്രയും മീനും വാങ്ങിച്ചില്ല. ഞങ്ങളെല്ലാ പ്രാവശ്യം അവിടുന്നല്ലേ വാങ്ങി. പുള്ളി ഓർത്തത് 340 ഉദ്ദേശിച്ചു. ഞാൻ 140 ഓർത്തുള്ളൂ. 340 തൊട്ട് 150 തൊട്ട് സാധനമില്ല. 150 സാധനമൊന്നുമില്ല. കൊച്ചിപ്പോലും കിട്ടത്തില്ല. കൊച്ചിപ്പോലും കിട്ടൂല ഇത്ര വലുത് സാധനം. കൊച്ചിയിൽ ചേച്ചിനോട് പറഞ്ഞ കൊച്ചിയിൽ ചെറുതാണെന്ന് പറഞ്ഞു. കൊച്ചിയിൽ ദിസ് ഈസ് പല്ല്. പിന്നെ എത്ര പല്ലുണ്ട്? ചകളം പറയും. അതെന്ത് സാധനമാ? തലോ? ഞാൻ പോയിട്ട് എനിക്കൊരു 10,000 പീരീഡ് കണ്ടു ഗൈസ്. 10,000 ഉള്ളു ഭാഗ്യം. പോയി വെട്ടി എടുത്തിട്ട് അതെ. അങ്ങനെ വെട്ടാൻ പോണത്. അപ്പൊ ഇതാണ് വെട്ടുന്നത്. എന്താണ് നമ്മുടെ പേര്? കത്തി. അങ്ങനെ അപ്പൻ ഏകദേശം ഇങ്ങനെ വലിച്ചെടുത്താണ് ആ
കാണുന്നതാണ് നമ്മളെ കണ്ണുകെട്ട്. 2 ടണ്ണുണ്ട് കേട്ടോ ഗൈസ്, 1 ടണ്ണല്ല, 1 ടണ്ണ് അവിടെ ഒളിച്ചിട്ടുള്ളതാണ്. ജോയിറ്റപ്പാപ്പി അപ്പയ്ക്കും രാവിലെ തന്ന പണിയാണ് യെസ്. അല്ലേ? അപ്പനെ തൈ അപ്പ എന്തോ അപ്പ തൈ കാണിച്ചെടുത്ത് കൂട്ടായിട്ട് കണ്ടോ. ഇത്രയും ചോദ്യമായിട്ടാണ്. ഇത് ഓരോ ചെടികളാണ് ഗൈസ്. താമസമായി നമുക്ക് വേസ്റ്റാണ്. ഇതാണ് വേസ്റ്റ്. എന്താണ് ഗൈസ്? അപ്പ ഈ ഗൈസ് ഇത് പറഞ്ഞെടുത്തേ. ചെകള മീൻ്റെ ചെകളെന്ന് കണ്ടോ ചെറുതാണ്. എന്തായാലും ആവട്ടെ. നിന്റെ പേര് മീനുന്നല്ലേ? ഞാൻ ഈ കുറിച്ചോടത്തെ ഗൈസ് നമ്മളുടെ അല്ല, നമ്മളുടെ എന്ന് പറയാൻ പറ്റൂല. അതുണ്ടോ ഈ പൂച്ചച്ചാട്ടം നിൽക്കുന്നത് കണ്ടോ? പൂച്ച തടിച്ചു നിൽക്കണേണ് മീൻ എന്താ പിടിച്ചിട്ട്. നമ്മളെ പൂച്ച കണ്ടോ അവൻ ഓടിക്കളഞ്ഞ് ആണോ പോയി. എന്നിട്ട് നമ്മളുടെ മീനെല്ലാം തൈര് വിറ്റാക്കിക്കൊണ്ട് ഇട്ടോണ്ടിട്ടാണ് അപ്പൻ കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേരയുടെ തല വെട്ടി വൃത്തിയാക്കാൻ. കൊണ്ടുവന്നത് 5.5 കിലോയുടെ കേരത്തല വെട്ടിയെല്ലാം വന്നപ്പുറത്തേക്ക് ആകപ്പാടെ 1.5 കിലോ ഉണ്ടോ 2 കിലോ ആ ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കറി വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.